ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഒന്നും കുറയ്ക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ, ഈ മോണിറ്റൈസേഷൻ ആവാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ തരാനായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫേസ്ബുക്ക് ഓർക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ് 10,000 ഫോളോവേഴ്സ് പുതിയ അപ്ഡേഷൻ വെച്ച് മോണിറ്റൈസ് ആവാനായിട്ട് വേണം എന്നുള്ളത്. പക്ഷേ 10,000 ഫോളോവേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് വെറും 4.4 ഫോളോവേഴ്സ് ഉള്ളപ്പോഴാണ് എൻ്റെ പേജ് മോണിറ്റൈസ് ആയത്. എൻ്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ലിങ്ക്ഡ് ആയിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ 1777 ഫോളോവേഴ്സും ഫേസ്ബുക്കിൽ 4.4 ഫോളോവേഴ്സുമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സ്റ്റാറ്റസിൽ നിന്നപ്പോഴാണ് എൻ്റെ പേജ് മോണിറ്റൈസ് ആയത്. അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. രാവിലെയും വൈകിട്ടും 2 നേരം വെച്ച് 2 വീഡിയോസ് മസ്റ്റായിട്ടും എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പബ്ലിക്കാക്കുക, അക്കൗണ്ട് പബ്ലിക്കാക്കുക. പിന്നെ നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ കുറേ പേജുകളൊക്കെ ഉണ്ടാകും, ഹായ് ഇടും. നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോവർ കിട്ടും. അങ്ങനെ ഫോളോവർ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും കിട്ടുന്നില്ല. അങ്ങനെ ഫോളോവർ നമുക്ക് ആവശ്യമില്ല. കാരണം അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന 10 പേരുള്ളെങ്കിൽ ആ 10 പേരാണ് നമ്മുടെ ബെനിഫിറ്റ്. അല്ലാതെ നമ്മൾ അങ്ങനെ പോയി ഗ്രൂപ്പുകളിൽ പോയി ചെയ്തിട്ട് ഫോളോവേഴ്സിന് ഉണ്ടാക്കിയിട്ട് നമുക്ക് യാതൊരു ഗുണവും കിട്ടുന്നില്ല. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. കുറേ ഫോളോവേഴ്സിന് കിട്ടിയ ഒരു ഗുണമില്ല. നമ്മുടെ വ്യൂവേഴ്സ് കയറത്തില്ല, ലൈക്ക് കയറത്തില്ല, കമൻറ്റ് കയറത്തില്ല, ഒരു ഗുണമില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന 10 പേരുണ്ടെങ്കിൽ ആ 10 പേരാണ് നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. ഞാൻ മാക്സിമം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. കിട്ടുക, തിരിച്ചു കൊടുക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മോണിറ്റൈസേഷൻ ഫോക്കസ് കൊടുക്കാതിരിക്കുക. നമ്മുടെ കഴിവിനനുസരിച്ച് വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ഡെയിലി 2 വെച്ചെങ്കിലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മോണിറ്റൈസേഷൻ വിട്ടേക്കുക. നമ്മുടെ കഴിവ് അങ്ങ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള റിസൾട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അതിനൊക്കെ റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും മോണിറ്റൈസേഷനൊക്കെ ആവട്ടെ. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് പോവുക. അപ്പോൾ കാണാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും വരുമാനം പ്രതീക്ഷിച്ച് മോണിറ്റൈസേഷൻ പ്രതീക്ഷിക്കേണ്ട. കാരണം വലിയ വരുമാനമൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല പഴയതുപോലെ. അപ്പോൾ ചെറിയ രീതിയിലുള്ള വരുമാനമൊക്കെയാണ് കിട്ടത്തുള്ളൂ. നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്ക് തന്ന അംഗീകാരം മാത്രമായിട്ട് കണ്ടാൽ മതി ഈ മോണിറ്റൈസേഷനെ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്ക് കിട്ടുന്ന അംഗീകാരം അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ സുക്കൂറണ്ണൻ എപ്പോഴും കരഞ്ഞാലൊന്നും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും കാണാം.